നമസ്കാരം. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് കീഴിലുള്ള റിപ്പോർട്ടർ ചാനലിന്റെ പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ പരിപാടി എന്ന് പറയുന്നത് മരമുറി ബ്രദേഴ്സിന് വേണ്ടിയിട്ട് ന്യൂസ് നിർമ്മിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് റിപ്പോർട്ടുകൾ തയ്യാറാക്കുക, അതോടൊപ്പം തന്നെ കാർഡുകൾ ഇറക്കുക, ഇതൊക്കെയാണ് അവരുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ജോലി. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവർ അരുൺകുമാർ മൊട്ട അരുണിനെ നിയോഗിച്ചിട്ടുള്ളതാണ്. കാര്യങ്ങളിലേക്ക് വിശദമായി തന്നെ കിടക്കാം. ഏകദേശം 1.5 കോടി US$ അർജന്റീന ടീമിനെ കേരളത്തിൽ എത്തിക്കുവാൻ വേണ്ടിയിട്ട് അർജന്റീന ടീമുമായിട്ട് ഇവർ കരാറുണ്ടാക്കി എന്ന് പറയുന്നത്. അതായത് ഈ ഭീമമായ തുകയ്ക്കാണ് മെസ്സിയെയും കൂട്ടരെയും കേരളത്തിൽ എത്തിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയത്. എന്നാൽ ഈ ഒരു കരാറേ ഇല്ല എന്നാണ് ഇപ്പോൾ സ്പോർട്സ് വകുപ്പിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്, കായിക വകുപ്പിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള ചില വിവരങ്ങളാണ്. OJ ജനീഷ് എന്ന കായിക മന്ത്രിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വിട്ടിട്ടുള്ളത്. എന്തായാലും അബ്ദുൾ റഹിമാൻ കുടുങ്ങും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പായിരിക്കുകയാണ്. സ്വർണ്ണക്കൊള്ള മാത്രമല്ല, മറ്റു പല വിഷയങ്ങളും, മറ്റു പല അഴിമതികളുടെ കൂട്ടത്തിൽ ഒരു അഴിമതിയാണ് ഇതെന്നുള്ളതാണ്. 10 വർഷത്തെ നീണ്ട കാലത്തെ ഇടതുപക്ഷത്തിന്റെ ഭരണം അഴിമതിയാൽ മുങ്ങിക്കുളിച്ചതാണ്. ഒരല്പം പോലും, ഒരിഞ്ച് സ്ഥലം പോലും അഴിമതിയില്ലാതെ ബാക്കിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്ത് തന്നെ ആയാലും ഈ 125 കോടി രൂപയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ കരാർ ആദ്യം ഉണ്ടാക്കുവാൻ ശ്രമിച്ചത്, അതായത് കേരള സർക്കാരും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുമായിട്ട് ചേർന്ന് ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ തന്നെ കേരള സർക്കാരിന് ഒരു കത്ത് ലഭിച്ചിരുന്നു. അത് കൊച്ചി കളമശ്ശേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗോട്ട് ആൻഡ് ഗ്ലോബൽ എന്ന കമ്പനിയിൽ നിന്നാണ്. അവരുടെ അന്നത്തെ, അതായത് ഈ രജിസ്റ്റർ ചെയ്യുന്ന സമയത്തെ മൂലധനം എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. ഈ 1 ലക്ഷം രൂപയുടെ കമ്പനി രജിസ്റ്റർ ചെയ്ത് 20-30 ദിവസം കഴിഞ്ഞതിന് ശേഷം 130 മുതൽ 140 കോടി രൂപയുടെ ഒരു കരാറാണ് കേരള സർക്കാരുമായി ചേർന്ന് ഉണ്ടാക്കുവാൻ ശ്രമിച്ചത്. അതായത് ഒരു സ്പോൺസർ ആയിട്ട് ഇവർ വരികയും അതിനുശേഷം ഈ സ്പോൺസർ കമ്പനി അർജന്റീന ടീമുമായിട്ട് ചേർന്ന് ഒരു കരാർ ഉണ്ടാക്കുന്നു. ആ കരാർ പ്രകാരമായിരിക്കും അർജന്റീന ടീം കേരളത്തിലേക്ക് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രപ്പോസൽ ലെറ്റർ ആണ് കേരള സർക്കാരിന് ഈ ഗോട്ട് ആൻഡ് ഗ്ലോബൽ എന്ന കമ്പനി കൈമാറിയത് എന്നുള്ളതാണ്. അങ്ങനെ ഈ ഗോട്ട് ആൻഡ് ഗ്ലോബൽ എന്ന കമ്പനി ഇത്തരത്തിലൊരു കാര്യം ചെയ്തതിന് ശേഷമാണ് പിന്നീട് ഇതിന്റെ രംഗത്തേക്ക് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി വരുന്നത്. പിന്നീടാണ് അറിയുന്നത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ സ്പോൺസറും നേരത്തെ പറഞ്ഞ ഗോട്ട് ആൻഡ് ഗ്ലോബൽ എന്ന കമ്പനിയാണ് എന്നുള്ളത്. അഴിമതിയുടെ മറ്റൊരു ചാനലാണ് അപ്പോൾ തുറക്കപ്പെട്ടു കഴിഞ്ഞു. ഗോട്ട് ആൻഡ് ഗ്ലോബൽ എന്ന കമ്പനി ഇനി റിപ്പോർട്ടർ ചാനലിന്റെ തന്നെ ഉടമസ്ഥതയിൽപ്പെട്ടതാണോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അത് മാത്രമല്ല, കള്ളപ്പണം വെളുപ്പിക്കൽ, വിദേശത്ത് നിന്ന് അനധികൃതമായിട്ട് പണം എത്തിക്കൽ തുടങ്ങി പല വകുപ്പുകളും ചേർത്ത് കേന്ദ്ര ഏജൻസികൾ തന്നെ അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി അത് അന്വേഷിക്കുവാൻ വേണ്ടിയിട്ട് VD സതീശൻ സർക്കാർ ശ്രമിക്കുമോ എന്നതാണ് അറിയേണ്ടത്. അതോ റിപ്പോർട്ടർ ചാനലിനെ ഒതുക്കി നിർത്തുവാൻ വേണ്ടിയിട്ട് ഈ കാര്യം ഉപയോഗിക്കുമോ എന്നത് മാത്രമാണ് ഇനി നമുക്ക് കേരളത്തിന് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും റിപ്പോർട്ടർ ചാനൽ, മരമുറി ചാനൽ കേരളത്തിൽ അർജന്റീന ടീമിനെ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് നടപ്പിലാക്കുവാൻ ശ്രമിച്ചത് വലിയ രീതിയിലുള്ള അഴിമതി തന്നെയാണ്. 125 കോടി രൂപയുടെ അഴിമതിയാണ്. ഒരുപക്ഷെ സുരേഷ് കൽമാടി കോമൺവെൽത്ത് ഗെയിംസുമായി ബന്ധപ്പെട്ട് നടത്തിയ അഴിമതിക്ക് തുല്യമായ അഴിമതിയാണ് ഇപ്പോൾ ഈ കായിക മാമാങ്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയും കേരള സർക്കാരും ചേർന്ന് നടപ്പിലാക്കിയ അഴിമതി എന്നാണ്. അത് മാത്രമല്ല, അബ്ദുൾ റഹ്മാൻ സ്പെയിനിലേക്കും മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കും ഒക്കെ ചില സന്ദർശനങ്ങൾ നടത്തി. അതിന്റെ ഭാഗമായിട്ട് ഏകദേശം 14 ലക്ഷം രൂപയോളമാണ് ചിലവഴിക്കപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടി കേരള സർക്കാരിന്റെ കയ്യിൽ എന്തിനാണ് പോയതെന്നോ എവിടേക്കാണ് പോയതെന്നോ അതിനെ പറ്റിയിട്ട് യാതൊരു തരത്തിലുള്ള തെളിവോ രേഖകളോ ഇല്ല. അതായത് ഇവർ കേരളത്തെ മൊത്തത്തിൽ കച്ചവടം അടിക്കുവാനുള്ള എല്ലാ പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഭാഗത്ത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, മറുഭാഗത്ത് PSCയിൽ ആൾക്കാരെ തിരികെ കയറ്റൽ, 1 ലക്ഷത്തിന് മുകളിൽ വരുന്ന വരുമാനത്തിൽ വരുന്ന എല്ലാ മേഖലകളിലും ഇടതുപക്ഷ സഖാക്കന്മാർക്ക് സുരക്ഷിതമായ സ്ഥാനം. ഇനി KAS പോലുള്ള വളരെയധികം, അതായത് കേരളത്തിന്റെ ഗ്രൂപ്പ് A സർവീസ്, അത് മുൻപന്തിയിൽ നിൽക്കുന്ന സർവീസ് ആയിട്ടുള്ള ഈ സിവിൽ സർവീസ്, കേരള സിവിൽ സർവീസ് എന്നൊക്കെ അറിയപ്പെടുന്ന പരീക്ഷയിൽ അവർ നടത്തിയ വെട്ടിപ്പ് മറ്റൊന്ന്. അങ്ങനെ പല രീതിയിൽ വെട്ടിച്ചും തട്ടിച്ചും കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയായിരുന്നു കഴിഞ്ഞ 10 വർഷവും ഇടതുപക്ഷ സർക്കാർ എന്നുള്ളതാണ്. കേരളത്തിന്റെ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടത്തേണ്ടതാണ്. വേണമെങ്കിൽ കേന്ദ്ര ഏജൻസികളെ ഇൻവൈറ്റ് ചെയ്യേണ്ടതാണ്. അത്തരത്തിൽ ഇതിനെ വളരെ കൃത്യമായ രീതിയിൽ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരികയുള്ളൂ.
അറിഞ്ഞ കാര്യത്തോളം വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് വലിയ രീതിയിലുള്ള അഴിമതി തന്നെയാണ് കേരളത്തിലെ ജനതയെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി നടത്തിയിട്ടുള്ളത്. ഇവരുടെ മേൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതാണ്. ഇവരുടെ ഡീലുമായി ബന്ധപ്പെട്ട് വിദേശങ്ങളിലേക്ക് നടത്തുന്ന ബിസിനസ്സുകളുമായി ബന്ധപ്പെട്ടൊക്കെ ഇവർ നടത്തിയ എല്ലാ തരത്തിലുള്ള തിരിമറികളെ കുറിച്ചും കൃത്യമായ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്തേണ്ടതാണ്. ഒരു ന്യൂസ് ചാനൽ കൈവശം വെച്ചുകൊണ്ട് ഇവരുടെ കള്ളപ്പണം വെളുപ്പിക്കലും മറ്റ് വിദേശ പണമിടപാടുകളുമായി ബന്ധപ്പെടുത്തി കോടികളുടെ അഴിമതിയായിരിക്കും ഇവർ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയായിരിക്കണം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കേരളത്തിലെ ജനത ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദ്യം ചെയ്യുക തന്നെ വേണം. കാരണം തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഒരു സാറ്റലൈറ്റ് മാധ്യമമാണ് അവരുടെ കൈവശം ഇരിക്കുന്നത് എന്നാണ്. കേവലം ചില ഓൺലൈൻ ചാനലുകളോ മറ്റൊന്നുമല്ല, ഒരു സാറ്റലൈറ്റ് ചാനൽ തന്നെ അവരുടെ കൈവശം വെച്ചിട്ടുണ്ട് എന്നാണ്. അതും തികച്ചും ഒരു ആൾക്കാരെ ബോധ്യപ്പെടുത്തുവാനും വിശ്വസിപ്പിക്കുവാനും തക്ക ശേഷിയുള്ള മോട്ട അരുണിനെ പോലുള്ള ആൾക്കാരാണ് അവരുടെ കൈവശമുള്ളത്. എന്തായാലും തീർച്ചയായിട്ടും ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ പുറത്ത് വരേണ്ടത് തന്നെയാണ്.